നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ടൊവിനോ തോമസ് നായകനായിട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിയ ARM എന്ന് പറയുന്ന സിനിമ, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനല്ല, അതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. റിവ്യൂ നമ്മൾ റിലീസ് ചെയ്ത ദിവസം തന്നെ ചെയ്തതാണ്. ചിത്രത്തിന് പൊതുവെ എല്ലായിടത്തു നിന്നും തന്നെ നല്ല അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന റിപ്പോർട്ടുകൾ കാണാൻ സാധിച്ചില്ല. ഏറ്റവും രസകരമായിട്ട് കണ്ട ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലായിടത്തും പോസിറ്റീവ് വരുമ്പോൾ അതൊരു പെയ്ഡ് റിപ്പോർട്ടാണോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരാൾ നല്ലത് പറയാൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഏതൊരു വ്യക്തി, നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അദ്ദേഹത്തിന് എല്ലാവരും പോസിറ്റീവ് പറഞ്ഞ കേട്ടപ്പോൾ അതൊരു പെയ്ഡ് റിവ്യൂ ആണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെയും ഡീഗ്രേഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാലും സിനിമയ്ക്ക് കണ്ടവരുടെ അഭിപ്രായം എല്ലാം തന്നെ നല്ലതാണ്. റിവ്യൂ വന്നതെല്ലാം തന്നെ നല്ല പോസിറ്റീവാണ്. അതിന്റേതായിട്ടുള്ള ഗുണം ആ സിനിമയ്ക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷെ ഒരു ഹെവി ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലേക്ക് റിലീസ് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് അതിന്റെ വിജയം എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇത്രയും വലിയൊരു ബഡ്ജറ്റ് വന്നതുകൊണ്ട് തന്നെ. മാത്രമല്ല, പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറഞ്ഞ് റിലീസ് ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ളതും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒറ്റ വരിയിൽ തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ കാണുന്ന പോലെ പാൻ ഇന്ത്യൻ എന്ന പേരിൽ മലയാളത്തിൽ ഇറക്കി മറ്റ് 5 ഭാഷകളിൽ ഡബ് ചെയ്ത് ഇറക്കി അവിടെ ഒരു ദിവസം ഓടി പോകുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇതും കണക്കാക്കേണ്ടത്. പക്ഷെ ചിലയിടങ്ങളിൽ ഒരു ചെറിയ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. എന്തിനേലും 2 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും മറ്റു സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകൾ എങ്ങനെ പോകുമെന്നുള്ളത്. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്ന് ആകെ നേടിയത് 2,90,00,000 രൂപയാണ്. ടൊവിനോ തോമസ് എന്ന് പറയുന്ന നായകന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ഇനീഷ്യൽ കളക്ഷനാണ് 2,90,00,000 രൂപ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് 2018 പക്ഷെ 2018 യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ആദ്യത്തെ 2-3 ദിവസം തീരെ കാര്യമായിട്ടുള്ള കളക്ഷൻ ഉണ്ടായിരുന്നില്ല. 1 കോടിക്ക് മുകളിൽ വരുന്നത് തന്നെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. പിന്നീടാണ് പടം കയറി പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ 2,90,00,000 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഇനീഷ്യൽ കളക്ഷനായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. ഈ 2,90,00,000 രൂപ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയ കണക്കാണ്, വേൾഡ് വൈഡ് കണക്കല്ല. ഇന്ത്യക്കകത്ത് നിന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് നിന്ന് മാത്രമായി മലയാളം സംസാരിക്കുന്ന സിനിമ കിട്ടിയത് 2,55,00,000 രൂപയാണ്. ഹിന്ദിയിൽ ഡബ് ചെയ്ത് ഇറക്കിയിരുന്നു. എന്നാൽ ഹിന്ദിയിൽ വെറും 5 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചത്. പക്ഷെ ഒരു മലയാള സിനിമ ഹിന്ദി ഡബിംഗ് വന്നിട്ട് 5 ലക്ഷം രൂപ കളക്ഷൻ നേടി എന്ന് പറയുന്നതും ഇവിടെ ഒരു വലിയ ഒരു പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. പക്ഷെ തെലുങ്കിൽ അത്യാവശ്യം ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കണക്കിലേക്കാണ് തെലുങ്കിൽ വന്നിരിക്കുന്നത്. ആദ്യ ദിവസം തെലുങ്ക് ഡബ് ചെയ്ത വേർഷന് കിട്ടിയിരിക്കുന്നത് 22 ലക്ഷം രൂപയാണ്. 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം തെലുങ്കിലേക്ക് ഒരു മലയാള സിനിമ ഡബിംഗ് പോയിട്ട് കിട്ടിയിരിക്കുന്ന കണക്കാണ് 22 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഒരു പക്ഷെ അവിടെ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങിയപ്പോൾ പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ ഒരു കളക്ഷനിലേക്ക് പടം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് വേണം പറയാൻ. തമിഴ്നാട്ടിൽ വെറും 7 ലക്ഷം രൂപ മാത്രമാണ് ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് വന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തമിഴ്നാട്ടിലായിരിക്കും കുറച്ചുകൂടി കളക്ഷൻ കൂടുക എന്ന്. കാരണം ടൊവിനോ തോമസിനെ അറിയാവുന്ന ആളുകളാണ് തമിഴ്നാട്ടുകാർ എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ കർണാടകക്കാർ ഈ സിനിമയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറും 1 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസ കളക്ഷനായിട്ട് കന്നഡ ഭാഷ സംസാരിക്കുന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് റൗണ്ട് ചെയ്തിട്ട ഒരു ഫിഗർ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഇങ്ങനെയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളുടെ റിപ്പോർട്ട്. ഫസ്റ്റ് ഡേ 2,90,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്നും പറയാറുള്ള പോലെ തന്നെ രണ്ടാം ദിവസത്തെ കണക്ക് നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട. എന്തിനാലും ഇതിനേക്കാൾ കുറയാറില്ല, ഒരു 10 ലക്ഷം രൂപ വരെ മുകളിലോട്ട് കയറാറാണ് പതിവ്. രണ്ടാം ദിവസം കണക്ക് പ്രകാരം വന്നിരിക്കുന്നത് 3,15,00,000 രൂപയാണ്. ആദ്യ ദിവസത്തേക്കാൾ കണക്ക് കുറയേണ്ട സ്ഥാനത്താണ്. ഏകദേശം 15-20-25 ലക്ഷം രൂപയോളം കൂടുതൽ ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും കൊണ്ടൽ പോലുള്ള വലിയ സിനിമകൾ രണ്ടാം ദിവസം റിലീസിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടി കണക്കെടുക്കുമ്പോൾ ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് വലിയൊരു ഹിറ്റിലേക്കുള്ളൊരു വഴി തന്നെയാണ് തുറക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ടൊവിനോ തോമസിന്റെ മറ്റൊരു ഹിറ്റ് കൂടി വരാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസം കൊണ്ട് 6,05,00,000 രൂപയാണ് ഇതുവരെ അനൌദ്യോഗികമായിട്ട് കിട്ടിയിരിക്കുന്ന കണക്ക്. ഒഫീഷ്യലായിട്ട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്നത് ആദ്യ ദിവസത്തെ 2,90,00,000
ലക്ഷം രൂപയാണ്. എന്നിരുന്നാലും 6 കോടി 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയാലും ഈ ചിത്രത്തിന് ഒരു തുടക്കം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ഒക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ മാത്രം ഒക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ 2ാം ദിവസത്തെ മോർണിംഗ് ഷോയ്ക്ക് വെറും 20.25% ഒക്യുപ്പൻസി മാത്രമേ കാണിക്കുന്നുള്ളൂ. ആഫ്റ്റർനൂൺ ഷോയ്ക്ക് 28.44% ഒക്യുപ്പൻസി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈവനിംഗ് ഷോയിലേക്ക് വരുമ്പോൾ 41.71% ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ 56.93%, അതായത് 57% ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. ഈവനിംഗ് ഷോയ്ക്കും നൈറ്റ് ഷോയ്ക്കും മാത്രമാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒക്യുപ്പൻസി കാണിക്കുന്നത്. എന്നിട്ടും ഇത്ര കളക്ഷൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്റർ പിടിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കേരളത്തിലെ പകുതിയോളം തിയേറ്ററുകളും പിടിച്ചിരിക്കുന്നത് അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമയാണ്. ബാക്കി തിയേറ്ററുകൾ മാത്രമാണ് മറ്റു സിനിമകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളായിട്ടോ അല്ലെങ്കിൽ 50% മുകളിലോ ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ ഷോ കൗണ്ട് നമ്മൾ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ, കൊച്ചിയിൽ 120 ഷോയാണ് ഈ സിനിമ 2ാം ദിവസം ഓടിയത്. 120 ഷോ കൊച്ചിക്കകത്ത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി സിനിമകളുടെ കാര്യത്തിലാണ്. കുറച്ചുകൂടെ കൂടും അവർക്ക് എന്ന് മാത്രമേ, ഏകദേശം 150 മുകളിലേക്ക് അവരുടെ സിനിമകൾ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് നടന്റെ പടം വന്നാലും ആവറേജ് 100-ൽ താഴെ തിയേറ്ററുകൾ ഷോസ് മാത്രമാണ് കൊച്ചിയിൽ ഓടാറ്. അവിടെയാണ് 120 ഷോ ARMന് ഓടുന്നത്. 48.25% 2ാം ദിവസത്തെ ആവറേജ് ഒക്യുപ്പൻസി കൊച്ചി സിറ്റിയിൽ കാണിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 38.25% ഒക്യുപ്പൻസി ആവറേജ് 2ാം ദിവസം കാണിക്കുമ്പോൾ 114 ഷോസാണ് തിരുവനന്തപുരത്ത് ഈ സിനിമ ഓടുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളുടെയൊക്കെ ഒരു തിയേറ്റർ ഷോ കൗണ്ടാണ്, എന്താണത്, ഷോകളുടെ എണ്ണമാണ് 114 എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി മോഹൻലാൽ മമ്മൂട്ടി റേഞ്ചിലേക്ക് തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഷോസുകളുടെ എണ്ണം ഉയർത്താനായിട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും ടൊവിനോ തോമസിന് ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കോഴിക്കോടും ഒട്ടും മോശമല്ല, വലിയ വലിയ സിനിമകളുടെ ഷോ കൗണ്ട് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. 64 ഷോസാണ് കോഴിക്കോട് സിറ്റിക്കകത്ത് അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമ ഓടുന്നത്. 51% ഒക്യുപ്പൻസിയാണ് കോഴിക്കോട് കാണിക്കുന്നത്. സാധാരണ എല്ലാ സിനിമകൾക്കും എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി കാണിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തിയേറ്ററുകളുടെ എണ്ണം കുറവ് തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 64 ഷോസിൽ 51% ഒക്യുപ്പൻസി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഒക്യുപ്പൻസി തന്നെയായിട്ട് കണക്ക് കൂട്ടണം. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് 49.50%, അതായത് ടോട്ടൽ 50% എന്ന് വേണമെങ്കിൽ പറയാം. 57 ഷോസാണ് തൃശ്ശൂർ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. കൊല്ലത്ത് വരുന്ന സമയത്ത് 31 ഷോസ് മാത്രമാണ് ഓടുന്നത്. 48% ഒക്യുപ്പൻസി 2ാം ദിവസം ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് എല്ലാ കാലത്തും അറിയാവുന്നതുപോലെ തന്നെ 12 ഷോസ് മാത്രമാണ് അവിടെ ഓടുന്നത്. അതിൽ 45.75% ഒക്യുപ്പൻസി നേടിയെടുക്കാനായിട്ട് ARM എന്ന് പറയുന്ന ടൊവിനോ തോമസിന് സാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 32 ഷോസിൽ 32.25% ഒക്യുപ്പൻസിയാണ് കാണിക്കുന്നത്. എനിക്കറിയത്തില്ല ഈ ആലപ്പുഴക്കാർ സിനിമ കാണുന്ന ആളുകളാണോ എന്ന്. എല്ലാ കാലത്തും, അതായത് വമ്പൻ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒക്യുപ്പൻസി നോക്കുമ്പോൾ പോലും ആലപ്പുഴയിൽ ഈ പറഞ്ഞ ഒരു 40 താഴെ കാണാറുള്ളൂ. അവർക്കൊന്നും സിനിമയോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നു. എന്തിനേലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ സിനിമയായിരിക്കും ഓണം വിന്നർ എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നില്ല. കാരണം 2 സിനിമകൾ കൂടി എനിക്ക് ഈ ഓണത്തിന് ഇറങ്ങിയതിൽ കാണാനുണ്ട്. അപ്പൊ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എന്ത് തന്നെയായാലും വിജയിയായാലും പരാജയിയായാലും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റിലേക്കാണ് പോകുന്നത്. എങ്ങനെ പോയാലും 25 കോടിക്ക് മുകളിൽ ഈ സിനിമ ആദ്യത്തെ ഒരു 10 ദിവസത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു വിജയത്തിലേക്ക് തന്നെ സിനിമ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ താഴെ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.